വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിൽ പൊട്ടിത്തെറി. സുരക്ഷാ ക്യാബിനറ്റ് മന്ത്രി ഇറ്റാമർ ബെൻഗ്വിൻ അടക്കം 3 മന്ത്രിമാരാണ് സ്ഥാനം രാജിവെച്ചത്. അതോടൊപ്പം തന്നെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. സർക്കാരുമായിട്ട് ഏകോപനത്തോടു കൂടി പോവുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും അനുവർത്തിക്കുന്ന നയമാണ്. ലോകത്തിലെ ഏക ജൂതരാജ്യം എന്ന നിലക്ക് പരമാവധി വിട്ടുവീഴ്ചയോടുകൂടിയും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. എന്നാൽ ഇപ്പോൾ അവസ്ഥയും സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. നിലപാടുകൾ ഓരോരുത്തർ കൃത്യമായും ഉറക്കെയും പറയുന്നു. സർക്കാരിന്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രൂക്ഷമായിരിക്കുന്ന അഭിപ്രായ ഭിന്നതയിലേക്ക് മന്ത്രിസഭ തന്നെ എത്തിയത്. പറയുന്ന കാര്യം നിലവിലെ സാഹചര്യം, അത് യുദ്ധ സാഹചര്യങ്ങൾ തുടരണം. മുൻപ് എന്താണോ സർക്കാർ പറഞ്ഞു വെച്ചത് ആ ലക്ഷ്യം നേടുന്നവരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുക, ഹമാസിനെ ഗാസ ഭരണ സംവിധാനത്തെ തുടച്ചു നീക്കുക. ഇത്തരം നിർദ്ദേശങ്ങൾ എന്താണോ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ആ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇസ്രായേലി ജനങ്ങളോട് മാപ്പ് പറയണം എന്നുകൂടി യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മന്ത്രി പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 2-3 നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടത് ഈജിപ്ത് അതിർത്തിയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം എന്തടിസ്ഥാനത്തിലാണ്. ഈ അതിർത്തി നമ്മുടെ ഭാഗമാക്കി വെച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തങ്ങളുടെ അധീനതയിലാക്കണമെന്നും ഗസയിലേക്ക് വരുന്ന ഏതൊരു വാഹനത്തെയും വ്യക്തിയെയും നിയന്ത്രിക്കാനും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇസ്രായേൽ ഉണ്ടായിരിക്കെ ആ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതാണ് ഒന്ന് അതിൽ പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് ഗാസയിലുള്ള സൈനിക പിന്മാറ്റം. എന്തിനാണ് ഗാസയിൽ സൈനിക പിന്മാറ്റം നടത്തുന്നത്? നമ്മളെ ഇത്രയേറെ ദ്രോഹിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഫലസ്തീനികൾ എന്ന നിലക്ക് അവിടെ നിന്നുള്ള പിന്മാറ്റം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവിടെ നിന്ന് നമ്മുടെ സൈനികർ ഹമാസിനോട് പോരടിച്ചുകൊണ്ടേയിരിക്കണം, എന്നിട്ട് അവരെ പരാജയപ്പെടുത്തണം എന്നാണ് രണ്ടാമത്തത് പറയുന്നത്. മൂന്നാമത്തത് പറയുന്നത് ഒരു ബന്ദിക്ക് പകരം 30 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു യുക്തിസഹമായിരിക്കുന്ന കാര്യമല്ല. ഒരു വ്യക്തിക്ക് പകരം വേണമെങ്കിൽ 1-2 പേരൊക്കെ മോചിപ്പിക്കുക എന്നല്ലാതെ ഒന്നിന് 30 പേർ എന്ന് പറയുന്ന അനുമാനം ഏത് അടിസ്ഥാനത്തിലാണ്, ഏതാണ് അതിന്റെ കണക്ക്, അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് പറയുന്നത് ഹമാസിന് ഭരണം കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഭരണം കൈമാറാൻ വേണ്ടി ഹമാസിന് പിന്തുണ പറയുന്നില്ലെങ്കിലും പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം അവരെ ഭരണത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഉറപ്പാണ്. ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് സുരക്ഷാ മന്ത്രി മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം നടത്തിയ പ്രധാനമായിരിക്കുന്ന മീറ്റിംഗിൽ പറഞ്ഞത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇതിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ വംശീയ തീവ്രവാദ സംഘടനയെ പിന്തുണച്ചതിന് ഇറ്റാമിർ ബെൻഗ്വിൻ 8 തവണ കേസ് നടപടികൾ നേരിട്ട വ്യക്തിയാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറെക്കുറെ തീവ്രവാദ ചിന്താഗതിയുള്ളവരും അത്തരം ആശയത്തോട് യോജിക്കുന്ന വ്യക്തിയുമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ബെൻഗ്വിൻ എന്നതിനാൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ളിടത്താണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും പരിതസ്ഥിതിയും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ 2 ചേരിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇല്ലാത്ത ഒരു സമീപനങ്ങളും രീതികളുമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രി, സുരക്ഷാ മന്ത്രി, 3 മന്ത്രിമാർ വെച്ച് എന്നതുകൊണ്ട് സർക്കാർ വീയൊന്നുമില്ല. പക്ഷേ മറ്റ് ഘടകകക്ഷികളും നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. എന്തിനാണ് വിജയിക്കാത്ത ഒരു യുദ്ധത്തിന് നമ്മുടെ സൈനികർ ബലി കൊടുത്തത്? 400ഓളം സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ മന്ത്രിസഭയിൽ ഒരു പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാവാം, ഒരുപക്ഷെ അത്ര ഉണ്ടാകാതിരിക്കാം. ഏതായിരുന്നാലും മന്ത്രി പറയുന്നത് 400ഓളം സൈനികർ, നമ്മുടെ 400ഓളം സൈനികർ എന്തിനാണ് ബലി കൊടുക്കപ്പെട്ടത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? കൃത്യമായ രീതിയിൽ ഹമാസിനെയും അവരുടെ സംവിധാനത്തെയും പ്രതിരോധ സംവിധാനത്തെയും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് എന്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല? മൊസാദിന്റെ പണി എന്താണ്? മൊസാദ് എന്തുകൊണ്ട് അത് നിരീക്ഷിച്ചിട്ടില്ല? അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിന് ഇത്രയേറെ സൈനികരെ ബലി കൊടുക്കേണ്ട ആവശ്യവുമില്ല. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും തങ്ങളെ ആക്രമിക്കാൻ മാത്രം ധൈര്യം കാണിക്കുന്ന ഒരു സ്ഥിതി സംജാതമായത് 2023 ഹമാസിന്റെ അക്രമത്തോടു കൂടിയാണ്. ഈ ആക്രമണം
കണ്ടെത്താൻ വേണ്ടിയിട്ട് മൊസാദിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് സർക്കാരിന്റെ വലിയ പരാജയമാണ്. അപ്പോൾ സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ അകത്തുള്ള അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് അവിടെ ജനകീയപരമായിരിക്കുന്ന വിഷയം പറയുന്നത്. ആദ്യം തന്നെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. ഒരാഴ്ച 15 ദിവസം നീണ്ടു നിന്നതോടുകൂടി ഏറെക്കുറെ ഈ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയില്ലാത്ത വിധം ചില മീഡിയക്കാരും, ഇസ്രായേലിന്റെ ചില മീഡിയക്കാരും, അതേപോലെ തന്നെ ചില ജൂത സംഘടനകളും, പ്രാദേശിക സംഘടന ആണെങ്കിൽ പോലും അഭിപ്രായപ്പെട്ടു. നമ്മൾക്ക് വലിയ മുന്നേറ്റമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരാളുടെ ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ആദ്യഘട്ടത്തിൽ തന്നെ കരയുദ്ധം ആരംഭിച്ച് ഗസയുടെ ഭാഗത്ത് എത്തിയതോടുകൂടി ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി നമ്മുടെ സൈനികരും നമ്മുടെ സൈനിക വാഹനങ്ങളും തിരിഞ്ഞു പോരേണ്ട തിരിഞ്ഞു ഓടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പൊ ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ തങ്ങളുടെ സൈനികർക്കും ഇസ്രായേൽ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ പിന്നീട് ഒരു 4 ദിവസം കഴിഞ്ഞ സമയത്ത് ഒന്നുകൂടി മുന്നേറ്റം നടത്തിയ സമയത്തും ഇതേ ഫലം തന്നെയാണ് ഉണ്ടായത്. നമ്മൾക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റാതെ വന്നു, തിരിഞ്ഞു പോരേണ്ടി വന്നു. ആ തിരിഞ്ഞു പോരുന്ന ഓട്ടം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾക്ക് അപമാനം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അതിശക്തമായിരിക്കുന്ന മുന്നേറ്റങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ പല മേഖലകളിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ കുറെ ആളുകളെ കൊലപ്പെടുത്തി എന്നതല്ലാതെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതല്ല പ്രശ്നം. പകരം അത്തരം സാഹചര്യങ്ങളും അവസ്ഥകളും മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്ക് നമ്മൾ 100% പരാജയമാണ്. നമ്മൾ 967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അക്രമമാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണ് നമ്മൾ അക്രമം നടത്തിയത്. 11 മണിക്ക് യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞ സമയത്ത് 8 മണിക്ക് തന്നെ നമ്മൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സൈനിക വാഹനങ്ങളിലോ കവചിത സംവിധാനങ്ങളിലോ അതല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളിലോ സൈനികർ എത്താത്ത സമയമായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു തരാൻ നമുക്ക് ആളുണ്ടായിരുന്നു. ഫ്രാൻസും അമേരിക്കയൊക്കെ ആ സമയത്ത് ഒറ്റുകൊടുത്തു എന്നൊക്കെയാണ് പിന്നീട് പറയപ്പെട്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധം നേർക്കുനേരെ സൈനികരുമായി യുദ്ധം ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് 6 രാഷ്ട്രങ്ങളോട് 6 മണിക്കൂർ കൊണ്ടോ 6 ദിവസം കൊണ്ടോ നമ്മൾ ആധിപത്യം സ്ഥാപിക്കുകയും വിജയിക്കുകയും ചെയ്തു. ലോകം മുഴുവനും നമ്മളെ അംഗീകരിച്ച ഈ ഒരു സംഭവം ഉണ്ടായത് കൃത്യമായിരിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ കൊണ്ടും ഏകോപനങ്ങൾ കൊണ്ടും ശത്രുപക്ഷത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടുമാണ്. എന്തുകൊണ്ട് ഫലസ്തീനിൽ നമുക്കത് സാധിച്ചില്ല? നമ്മൾ യുദ്ധം തുടങ്ങിയിട്ട് 1 കൊല്ലം 4 മാസത്തിലേക്ക് എത്തുകയാണ്. എന്ത് വിജയമാണ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്? ഏറ്റവും ഒടുവിൽ അവർക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മൾ തോക്ക് താഴെ വെച്ചുകൊണ്ട് അവരെന്താണോ പറഞ്ഞത് ആ കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്നു. അതിൽപ്പെട്ടതാണ് ഈജിപ്തിന്റെ അതിർത്തിൽ നിന്ന് പിന്മാറുക, ഗാസയിൽ നിന്ന് പിന്മാറുക, ഒരു ബന്ദിക്ക് പകരം 30 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഇനി മുന്നോട്ട് രഹസ്യമായിരിക്കുന്ന എന്തെങ്കിലും കരാർ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ സർക്കാർ പറയുന്നില്ല എന്നുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ഭരണപക്ഷത്തിലെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചവരും പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ 2 ചേരിയായി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഒരേ സമയത്ത് കംപ്ലീറ്റ് കരാറുകൾ വ്യവസ്ഥയാക്കണം. മാത്രമല്ല ഇസ്രായേൽ ഇപ്പൊ പുതുതായിട്ട് ഉയർന്നു വരുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളതാണ്. നമ്മൾ എന്തിനു ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകാതെക്കണം? അവരുടെ ഭൂമിയിലല്ലേ സ്വാതന്ത്ര്യം ചോദിക്കുന്നത്? മാത്രമല്ല അവരുടെ ഭൂപ്രദേശത്തല്ലേ നമ്മൾ താമസിക്കുന്നത്? നമ്മളല്ലേ 967 ഒരുപാട് അറബ് രാജ്യങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിച്ചത്? അപ്പൊ അവരുടെ ദേശത്ത് അവർ സ്വാതന്ത്ര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? നമ്മളും 948 സ്വതന്ത്രമായ രാജ്യമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ അവിടുത്തെ പൗരാവലി സംഘടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരു പ്രതിഷേധം കൂടി ഇവിടെ നടക്കുന്നു. മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങൾക്ക് അവരുടെ സർക്കാരിൽ അവരുടെ സർക്കാരിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന അഭിപ്രായമുള്ളവരിൽ പലരും രാജ്യം വിട്ട് മറ്റു രാജ്യത്തിലേക്ക് അഭയം തേടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുകയാണ്. ആകെ പ്രതിസന്ധിയിലും വിഷയത്തിലും നിലനിൽക്കുന്ന ഇസ്രായേൽ സർക്കാർ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് തുടർന്ന് ഒരുപാട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം രാജിവെക്കേണ്ട സ്ഥിതിവിശേഷമോ അതല്ലെങ്കിൽ ഗവൺമെന്റ് താഴെ വീഴാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ് എന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.